എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ മുതൽ നമ്മുടെ മാധ്യമങ്ങൾക്കും ചില ഓൺലൈൻ ചാനലുകൾക്കും അതുപോലെ തന്നെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ ഒരു ഹീറോയെ കിട്ടിയിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ ഈ ഹീറോയെ ഒരു രക്തസാക്ഷി പരിവേഷം നൽകിയിട്ടും കൂടിയാണ് കൊണ്ടു നടക്കുന്നത്. ഇന്നലത്തെയൊക്കെ അന്തിച്ചർച്ചകളിൽ വിഷയം ഈ ഹീറോ തന്നെയായിരുന്നു. അതിന്റെയൊക്കെ ഒട്ടുമിക്ക ചാനലുകളുടെ ഹെഡിങ്, അന്തിച്ചർച്ചയുടെ ഹെഡിങ്, സത്യം വിജയിച്ചു മോദി തോറ്റു, അല്ലെങ്കിൽ സത്യം വിജയിച്ചു BJP തോറ്റു, സത്യം വിജയിച്ചു CBI തോറ്റു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ്. എന്തായാലും ഒരു ഭാഗത്ത് സത്യം വിജയിച്ചു, മറുഭാഗത്ത് ഒന്നുമില്ലെങ്കിൽ മോദി അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ CBI അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇവരുടെ ചർച്ചയുടെ ഹെഡിങ് ആയിട്ട് വന്നിരുന്നത്. അങ്ങനെ ഗംഭീര ചർച്ചയൊക്കെ ആയിരുന്നു. വേറെ ആരുമല്ല ഈ വ്യക്തി, ആപ്പിന്റെ നേതാവും ഡൽഹിയിലെ മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. ഡൽഹി മദ്യ അഴിമതി കേസിൽ ഡൽഹിയുടെ മുൻ മുഖ്യമന്ത്രിയെയും മുൻ ഉപമുഖ്യമന്ത്രിയെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. അവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു. അതിനാണ് ഇവർ ഈ ഗംഭീര ചർച്ചയും കാര്യങ്ങളും രക്തസാക്ഷി പരിവേഷവും ഹീറോ പരിവേഷവും ഒക്കെ കൊടുത്ത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ഈ ചാനലുകാര് ഓർമ്മയില്ലാഞ്ഞിട്ടാണോ മറന്നുപോയതാണോ എന്നൊന്നും അറിയില്ല. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. 2017 ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ലാവ്ലിൻ കേസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാറിനെ കുറ്റവിമുക്തനാക്കി. എന്നാൽ ആ കേസ് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലാണ്. നമ്മൾ ആരെങ്കിലും ലാവ്ലിൻ കേസിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ കുറ്റവിമുക്തനായി എന്ന് പറയാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ മോദി വിരോധത്തിൽ സത്യം വിജയിച്ചു, സത്യമേ ജയത എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് അതിനൊക്കെ ഇനിയും കടമ്പകൾ ഏറെ കിടക്കാനുണ്ട്. ഇത് ഒരു വിചാരണ കോടതിയുടെ വിധി മാത്രമാണ്. ഇനിയും ഈ പോസ്റ്റുകളൊക്കെ ഇട്ട് ചർച്ച നടത്താനൊക്കെ കടമ്പകളൊക്കെ ഏറെയുണ്ട്. പിന്നെ അരവിന്ദ് കെജ്രിവാളിനെ പൗഡറൊക്കെ പൂശി ഇങ്ങനെ വെളുപ്പിച്ച് കൊണ്ടുനടക്കുന്നവരോട് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിൽ 2 അഴിമതി കേസുകൾ ഇനിയുമുണ്ട്. ഒന്ന് ഡൽഹി ജലബോർഡ് കേസും, 2 ശീഷ് മഹൽ അഴിമതി കേസും. ഈ 2 കേസുകളിലും അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കിയിട്ടില്ല. ഇതേവരെ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. ഇപ്പോഴും ആ 2 കേസുകളും അദ്ദേഹത്തിന്റെ മുകളിലുണ്ട്. അതുകൊണ്ട് വല്ലാതെ അരവിന്ദ് കെജ്രിവാളിനെ വെള്ള പൂശി പൗഡറൊക്കെ ഇട്ട് വെള്ള പൂശാൻ വരട്ടെ. പിന്നെ മോദി വിരോധത്തിന്റെ മേലിൽ സത്യം വിജയിച്ചു, സത്യമേ ജയതയെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടാനും ചർച്ച നടത്തുന്നവരോടും പറയാനുള്ളത്, കടമ്പകൾ ഇനിയും ഒരുപാട് കടക്കാനുണ്ട്. അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.